ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് വന്നിരിക്കുന്ന കമൻറ്റുകളുടെ ഉത്തരങ്ങൾ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കമൻറ്റിലേക്ക് പോകാം. കവിത ജയചന്ദ്രൻ ചെയ്തിരിക്കുന്ന ഒരു കമൻറ്റാണ്, നമ്മുടെ ശിവയെ കൃഷി ഓഫീസറാക്കാം. അപ്പോൾ നമ്മുടെ ശിവൻകുട്ടി എൻ്റെ രണ്ടാമത്തെ മോനാണ്. അവനെ ഞങ്ങൾ അഗ്രികൾച്ചറോ അതല്ലെങ്കിൽ ഫിഷറീസോ പഠിപ്പിക്കണമെന്ന് വിചാരിച്ച് അവനെ ബയോളജി ഗ്രൂപ്പിൽ ബയോമാത്സ് എടുപ്പിച്ച് ഹയർ സെക്കൻഡറി ക്ലാസ്സിലൊക്കെ ചേർത്തതാണ്. അവനൊരു വർഷം വരെ വലിയ കുഴപ്പമില്ല, ഫിഷറീസിന് പോകാം അങ്ങനെയൊക്കെയുള്ള. അഗ്രികൾച്ചർ എടുക്കുന്നതിനേക്കാൾ അവന് ഫിഷറീസ് ആയിരുന്നു താല്പര്യം. അപ്പം അവർ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് പഠിക്കുകയും ചെയ്യാം. പക്ഷേ അവൻ വർഷത്തിൻ്റെ അവസാനമായപ്പോഴത്തേന് ഇപ്പോൾ പ്ലാൻ ചെറുതാക്കി മാറ്റി വെച്ചിരിക്കുവാണ്. അവൻ എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് തന്നെ പോകാനാണ് താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ കീമിൻ്റെ എൻട്രൻസ് എക്സാമൊക്കെ എഴുതിയിട്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നതിനനുസരിച്ച് വേണം നമുക്ക് അവനെ ഏതിലേക്കാണോ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ. കുട്ടികളുടെ ഇഷ്ടം കൂടെ നമ്മൾ നോക്കണ്ടേ. അവർ പറയുന്നതും നമുക്ക് നോക്കാം. അവരുടെ താല്പര്യമനുസരിച്ച് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അവരെ ചേർക്കണം. ശിവൻ ഏതിലേക്കാണ് പഠിക്കാൻ പോയിരിക്കുന്നതെന്ന് അവൻ അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പം പറയാവേ. ഇനി രജനി പ്രസാദ് ചോദിച്ചിരിക്കുന്ന ഒരു കമൻറ്റാണ്, എപ്സം സോൾട്ട് ചേർത്ത് എത്ര ദിവസങ്ങൾക്ക് ശേഷം ജൈവ സ്ലറി കൊടുക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജൈവ സ്ലറി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും തുല്യ അളവിൽ മിക്സ് ചെയ്തിട്ടാണെന്നൊക്കെ അറിയാം. അപ്പോൾ അത് കൃത്യമായും ഒരു ജൈവ വളമാണ്. ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്നത്, എപ്സം സോൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ഈ എപ്സം സോൾട്ട് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു സാധനമാണ്, അല്ലാതെ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അപ്പം അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് തികയാതെ വരുമ്പോഴാണ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവസരം വരുന്നത്. പക്ഷേ അതൊരു നാച്ചുറലായിട്ടുള്ള, നമ്മളെ കറികൾക്ക് ചേർക്കുന്ന ഉപ്പുണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടുള്ളതാണ് ഭൂമിയിൽ. അതേപോലെ തന്നെയുള്ളതാണ് എപ്സം സോൾട്ടും. അപ്പോൾ അത് ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമുള്ളതല്ല. പിന്നെ അതൊരു കെമിക്കലാണ്, അല്ലെങ്കിൽ അതൊരു മഗ്നീഷ്യം സൾഫേറ്റ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമുക്ക് പേടിയുണ്ടെങ്കിൽ ഒരു 5 ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ജൈവവളങ്ങൾ മണ്ണിൽ ഇട്ട് കൊടുക്കുക. ചെടിയുടെ ചുവട്ടിൽ തന്നെ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്സം സോൾട്ട് പോലെയുള്ളവ നമുക്ക് ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത് പത്രപോഷണം എന്നാണ് പറയുന്നത്. ഇലകൾക്ക് നേരിട്ട് വളങ്ങളെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ജൈവവളങ്ങൾ, ജൈവ സ്ലറികളും ജൈവവളങ്ങളും ചുവട്ടിൽ കൊടുക്കുമ്പോൾ എപ്സം സോൾട്ട് പോലെയുള്ള സാധനങ്ങൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരേ ദിവസം തന്നെ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. അടുത്ത ഒരു കമൻറ്റ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്, ലിക്വിഡ് സ്യൂഡോമോണാസ് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവോ എന്നാണ്. അത് ആ കമൻറ്റ് തന്നിരിക്കുന്ന ആളിന് എനിക്കിതിനകത്ത് കാണാൻ പറ്റുന്ന പേരെന്ന് പറയുന്നത് ഹെസ് 11 എന്നാണ്. അപ്പോൾ അങ്ങനെ അതൊന്നും കറക്റ്റായിട്ടുള്ള പേരായിരിക്കുകയില്ല. അപ്പോൾ ആ പേര് മെൻഷൻ ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ലിക്വിഡ് സ്യൂഡോമോണാസ് ചെടിയുടെ ചുവട്ടിൽ കൊടുക്കാവോ എന്ന് ചോദിച്ചാൽ ഒഴിച്ചു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അത് ഇതേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ലിക്വിഡ് ആയിട്ടുള്ളത് നമ്മളെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പം നമ്മളെ ഖരരൂപത്തിലുള്ള വളങ്ങളാണെങ്കിൽ അവരെ അലിയിപ്പിച്ച് വെച്ച് അടിയിച്ച് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിനെ അരിച്ചെടുത്ത് അങ്ങനെയൊക്കെ വേണം നമുക്ക് സ്പ്രേ ചെയ്യാൻ. അതേസമയം ലിക്വിഡ് സൂഡോമോണാസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അത് എടുക്കുമ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് വേണം നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അടുത്തത് ആരുഷ് നായർ ചോദിച്ചിരിക്കുന്ന ഒരു കമൻ്റാണേ. അപ്പോൾ അത് ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, വഴുതന ചെടികളിൽ ഉള്ള ഉറുമ്പിൻ്റെ ശല്യം എങ്ങനെ മാറ്റാം എന്നാണ്. എനിക്കത് പലപ്പോഴും വന്നിട്ടുള്ള, പല ആളുകളും ചെയ്തിട്ടുള്ള ഒരു കമൻറ്റാണ്. അപ്പോഴൊക്കെ ഞാൻ മിക്കവാറും ഉള്ളതിനൊക്കെ ഞാൻ ഇതേപോലെ തന്നെ റിപ്ലൈ എഴുതി കൊടുക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ഫലപ്രദമാണ് നമ്മൾ ഇതേപോലെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വഴുതന ചെടികളിൽ ഉണ്ടാകുന്ന ഉറുമ്പിൻ്റെ ശല്യം, ഉറുമ്പ് വരുന്നതെന്ന് പറയുന്നത് ചെടികളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ചെടികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നമ്മളുടെ ശ്രദ്ധയിൽ പെടാത്ത ചില കീടങ്ങളൊക്കെ കാണും. അപ്പോൾ ഈ കീടങ്ങൾ ഉണ്ടാക്കുന്ന സ്രവങ്ങൾ അത് എടുക്കാനാണ്, അത് കഴിക്കാനുള്ള താല്പര്യത്തിലാണ് ഈ ഉറുമ്പുകൾ ചെടിയിലേക്ക് വന്നുകൂടുന്നത്. അപ്പോൾ ഉറുമ്പുകളെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ശരിയായ പണി എന്ന് പറയുന്നത്, ആ ചെടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കീടങ്ങളുണ്ടെങ്കിൽ ആ കീടങ്ങളെ ഒഴിവാക്കുക എന്നാണ്. വേപ്പെണ്ണയും സോപ്പും കൂടെ ചേർത്തിട്ട്, ഇനി വേപ്പെണ്ണയില്ലെങ്കിൽ സോപ്പ് തന്നെ
അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ വീട്ടിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണയായാലും മതി, അത് സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കണം. അപ്പോൾ അത് പറ്റിയില്ല എങ്കിൽ മിക്കവാറുമുള്ള എല്ലാ കീടങ്ങളെയും തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒന്നാണ് ബിവേറിയ. അപ്പം ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ ബിവേറിയ എന്നൊക്കെ പറയുന്നത് ജൈവ കീടനാശിനികളാണ്. രാസ കീടനാശിനികളെ പോലെ സ്പ്രേ ചെയ്താൽ ഉടനെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് ഈ പുഴുവായാലും കീടങ്ങളായാലും നശിച്ചു പോകത്തില്ല. അപ്പം നമ്മളൊരു 2-3 ദിവസം, ഒരു ഒന്നിരാടൻ ദിവസം ഒരു 2, 3, 4 പ്രാവശ്യം സ്പ്രേ ചെയ്ത് നോക്കുക ബിവേറിയ. ഇപ്പം ഇന്ന് ചെയ്യുക, നാളെ ചെയ്തില്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഒരു ദിവസത്തിൻ്റെ ഗ്യാപ്പിലോ അല്ലെങ്കിൽ എല്ലാ ദിവസമോ ഒരു 3-4 ദിവസം ചെയ്തു നോക്കുക. കീടങ്ങളില്ലാതാകും, അതിനൊപ്പം ഉറുമ്പും ഇല്ലാതാകും. പിന്നെ നമുക്ക് ഉറുമ്പുകളുടെ മാത്രം ശല്യം, ഇനി ഉറുമ്പിനെ അങ്ങനെയുള്ള ശല്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു മറ്റൊരു ഫലപ്രദമായ പണി എന്ന് പറയുന്നത് കുറച്ച് വിനിഗർ, ഒരു 5 മില്ലി വിനാഗിരി 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാതാകും. ഇനി ചെടിയുടെ ചുവട്ടിൽ ഉറുമ്പിൻ്റെ ശല്യം, ചിതലിൻ്റെ ശല്യം എന്നൊക്കെ പറയാറുണ്ട്. ഈ ചെടിയുടെ ചുവട്ടിലെ മണ്ണിൽ വരുന്ന ഉറുമ്പ്, കടിയനുറുമ്പൊക്കെ വരും. അങ്ങനെയുള്ള ഉറുമ്പുകളുടെയൊക്കെ ശല്യം മാറ്റാൻ ഏറ്റവും നല്ല പണി എന്ന് പറയുന്നത് മണ്ണിൽ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ച് ഇളക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ജോളി സെബാസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു കമൻ്റാണ്, നമ്മുടെ സ്യൂഡോമോണാസ് എന്താണ് എന്ന്. ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ പിന്നെ, കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ തുടങ്ങിയ പിന്നെ കുറേ അധികം വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലൊരു നല്ല വീഡിയോ ആണ്, നമ്മുടെ കൃഷിക്കാർക്ക് അത്യാവശ്യം വേണ്ടുന്ന അവർക്കൊരറിവ് കൊടുക്കുന്നൊരു വീഡിയോ ആണ് സ്യൂഡോമോണാസിനെ കുറിച്ച്. വിശദമായി ഞാൻ സ്യൂഡോമോണാസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിൽ സ്യൂഡോമോണാസിനെ കുറിച്ച് അറിയാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. സ്യൂഡോമോണാസ് ഒരു ബാക്ടീരിയയാണ്, ഒരു മിത്ര ബാക്ടീരിയയാണ്. മണ്ണിൽ നിന്ന് ചെടിയുടെ വേരുകളെയും ഒക്കെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളെയും ഇല്ലാതാക്കുന്ന നല്ലൊരു ജൈവ കീടനാശിനിയായും ഒരു ജൈവ വളമായും ഉപയോഗിക്കാൻ സാധിക്കുന്ന, ഒരു ബയോ ഫെർട്ടിലൈസറായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് സ്യൂഡോമോണാസ്. വ്യക്തമായി വിശദമായി കാര്യങ്ങൾ അറിയുന്നതിന് നമ്മളുടെ ചില്ലി ജാസ്മിൻ സ്യൂഡോമോണാസ് എന്ന് ചെയ്താൽ നമുക്ക് വീഡിയോ കൃത്യമായിട്ട് കിട്ടും. ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുത്തത് റഷീദ് മൊയ്തീൻ അയച്ചിരിക്കുന്നൊരു കമൻ്റാണ്, ചോളത്തിൻ്റെ തണ്ട് വെട്ടിക്കളഞ്ഞാൽ വീണ്ടും കായ്ക്കുമെന്ന്. ചോളത്തിൻ്റെ തണ്ട് വെട്ടിക്കളഞ്ഞാൽ വീണ്ടും കായ വരത്തില്ല. അതിന് ഈ തണ്ടിൻ്റെ ഇടയിൽ, തണ്ടിനും ഇലയുടെയും ഇടയിൽ കൂടെയാണ് കായ്കൾ കയറി വരുന്നത്. ആ തണ്ട് വെട്ടിക്കളഞ്ഞാൽ ആ ചെടി പോയി. അടുത്തത് ലീമ തോമസ് പറഞ്ഞിരിക്കുന്ന ഒരു കമൻ്റാണ്, പടവലത്തിൻ്റെ കായ്കൾക്ക് കയ്പ്പ് വരുന്നു. അത് ഈ മഴക്കാലത്ത് അങ്ങനെ വരാറില്ല. ഈ ചെടികൾക്ക് ഇപ്പോൾ കോവക്കായ്ക്കായാലും അതുപോലെ തന്നെ നമ്മുടെ കുക്കുംബറിനായാലും, അത് സാലഡ് കുക്കുംബറിനായാലും കറി വെക്കുന്ന വെള്ളരിക്കായാലും അതുപോലെ പടവലത്തിനും ഒക്കെ തന്നെ കയ്പ്പ് വരാറുണ്ട്. അങ്ങനെ കയ്പ്പ് വരുന്ന എപ്പോഴും അതിൻ്റെ ചുവട് ഭാഗത്തോട് ചേർന്നിട്ടാണ് കയ്പ്പ് വരാറ്. ഈ കയ്പ്പ് വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം ചെടിയുടെ ചുവട്ടിൽ കുറഞ്ഞു പോയിട്ടാണ്. അത് ഈ വേനൽക്കാലത്ത് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും അവിടെ ആ നനവും തണുപ്പും നിലനിൽക്കാതെ വരും. എപ്പോഴും ഇത്തരത്തിലുള്ള വെള്ളരി പോലെയുള്ള അല്ലെങ്കിൽ പടവലം പോലുള്ള ചെടികൾക്കെല്ലാം ചെടിയുടെ ചുവട്ടിൽ നനവ് നിലനിൽക്കണം. അപ്പം നനവ് നിലനിർത്താനുള്ള പണി എന്ന് പറയുന്നത് നന്നായിട്ട് വേനൽക്കാലത്ത് പുതയിട്ട് കൊടുത്ത് വെള്ളം ഒഴിക്കണം. അതുപോലെ 2 നേരവും വെള്ളം കൊടുക്കണം. പക്ഷേ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുകയും ചെയ്യണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ചെടിയുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ചെടികൾക്ക് ഇലകളിലേക്കും തണ്ടുകളിലേക്കും ആവശ്യത്തിന് വെള്ളം കിട്ടാതെ വരുന്ന അവസരത്തിലാണ് ഇത്തരത്തിലുള്ള കായ്കൾക്ക് കയ്പ്പ് വരുന്നത്. ഇനിയിപ്പോൾ മഴക്കാലത്ത് ആ പ്രശ്നം ഉണ്ടാകത്തില്ല. വേനൽക്കാലത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ശ്രദ്ധിച്ചാൽ മതി. ആനി സ്റ്റീഫൻ ചോദിച്ചിരിക്കുന്ന ഒരു കമൻ്റാണ്, പഴുത്ത പാവയ്ക്ക എന്ത് ചെയ്യും? നമ്മളിപ്പം പല പ്രാവശ്യങ്ങളിലും വിളവെടുപ്പ് കാണിക്കുന്ന അവസരത്തിൽ പഴുത്ത പാവയ്ക്ക വരാറുണ്ട്. ഇപ്പം ഈ പാവയ്ക്ക പാകമായി കിടന്നാൽ ഉടനെ ഞാൻ വിളവെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ദിവസമാണ്, ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ടാണ് ഞാൻ ഈ വിളവെടുപ്പും കൂടെ ഇതിൻ്റെ കൂടെ നടത്താറ്. ഇപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസത്തെ വീഡിയോ പറമ്പിലെ കൃഷി തുടങ്ങിയിട്ടുണ്ട്, അത് കാണിക്കാറുണ്ട്. ഒരു ദിവസം നമ്മൾ ടെറസിലെ കൃഷിയാണ്. അപ്പം മാറി മാറി വരുന്ന അവസരത്തിൽ ഒരാഴ്ചയുടെ താമസം വരും. അപ്പോൾ ഈ പാവയ്ക്കൊക്കെ ഈ മഴക്കാലമായതുകൊണ്ട് പെട്ടെന്ന് പഴുത്തു പോകും. അങ്ങനെ പഴുത്ത പാവയ്ക്കയും കൂടെ കൂട്ടി അല്ലെങ്കിൽ കളറ് വന്ന പാവയ്ക്ക വിളവെടുക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പഴുത്ത പാവയ്ക്കാണെങ്കിലത്തെ ഉണ്ടല്ലോ, നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് ഉണക്കാനൊന്നും നിൽക്കണ്ട. അത് പച്ചമുളകും കീറിയിട്ട് ഉപ്പ് പുരട്ടിയിട്ട് നേരെ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുത്താൽ മതി.
കയ്പ്പ് തീരെ ഉണ്ടായിരിക്കത്തില്ല, നല്ലതാണ് കഴിക്കാൻ. ഇതേപോലെ തന്നെ പഴുപ്പ് തുടങ്ങിയ പാവയ്ക്ക നമുക്ക് തീയൽ വെച്ച് കൂട്ടിയാലും ഭയങ്കര നല്ലതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതുപോലെ കമൻറ്റ് ചെയ്യുന്നതിൽ ഒരേ തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇപ്പം കൂടുതൽ പേരും ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ ഞാൻ ഇതേപോലെ പറഞ്ഞു തരാം. അപ്പോൾ എനിക്ക് നല്ല വിശദമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. നമ്മൾ കമൻറ്റ് എഴുതിയാൽ തീരത്തില്ല, പല പ്രാവശ്യം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം ഏറെ നേരം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരാം. ഇതേപോലെ നമ്മൾ കമൻറ്റിന് ഉത്തരങ്ങൾ തരുന്ന മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും വരാം.